ഞങ്ങളും അമീൻ സാറും തമ്മിലൊരു ശരിക്കും ഞങ്ങളൊരു ഫാമിലി മെമ്പറായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ബിസിനസ് പിന്നെ ഈ പ്രൊഫഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സമീപിച്ചത് പുള്ളിക്ക് അമീൻ സാറിന്. പുള്ളിക്ക് അപ്പോൾ അറിയണ്ടാവുക അദ്ദേഹം അന്ന് ഞങ്ങളുടെ മീറ്റിങ്ങൊക്കെ നടന്നിരുന്നത് ഞങ്ങളെ വീട്ടിൽ വെച്ചാൽ തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു. ഫാമിലി ഓഫീസിലായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും അതിന് ഫസ്റ്റ് ഞങ്ങളുടെ സ്ട്രക്ചറൈസേഷനൊക്കെ സഹായിച്ചിരുന്നത് അദ്ദേഹമാണ്. കുറേ കാലം എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമല്ലേ സാർ? ഐ തിങ്ക് 2 വർഷം കൃത്യമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് കൺസൾട്ടൻസി ഉണ്ട്, പക്ഷേ ഫസ്റ്റ് തുടക്കട്ടത് അമീൻ സാറാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ ഞങ്ങൾ കുറേ അധികം കടപ്പാടുള്ള ആളാണ് അദ്ദേഹം. അമീൻ ഭായ് വന്നു. അപ്പോൾ അമീൻ ഭായിന് ഏത് റോളാണ് ഈ ടീമിലേക്ക് വന്ന സമയത്ത് എന്ത് റോളായിരുന്നു നമ്മൾ ആദ്യമായിട്ട് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഈ കമ്പനി സ്ട്രക്ചറൈസേഷൻ തന്നെയാണ് പുള്ളി ആദ്യം ചെയ്തത്. എങ്ങനെ ഇതിനെ സ്ട്രക്ചർ ചെയ്യുക, ആ സ്ട്രക്ചറാണ് അദ്ദേഹം പ്രധാനമായിട്ടും കൊണ്ടുവന്നുള്ളത്. അതിൽ തന്നെ അദ്ദേഹം ഫോക്കസ് ചെയ്തത്. ഫസ്റ്റുള്ള ഞങ്ങളുടെയായി ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറായിരുന്നു. അതിനെ പ്രൊഫഷണലി സ്ട്രക്ചറിലേക്ക് കൊണ്ടുവന്നത് അമീൻ സാഹിബിൻ്റെ ടീമാണ്. ആ ടീമിൽ വെച്ചിട്ടാണ് നമ്മളതിനെ ഫസ്റ്റ് സ്ട്രക്ചർ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞങ്ങൾ പിന്നെ ഓരോ സംഗതികളും ആ ഒരു ബേസിക്കിൽ നിന്നുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഫാമിലി ബിസിനസ്, പ്രത്യേകിച്ച് അദ്ദേഹം ഫാമിലി ബിസിനസ് എക്സ്പേർട്ട് ആയതുകൊണ്ട് ഈ ഫാമിലി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾ ഒരു പുതിയതായിട്ട് ഒരു ഫാമിലി ബ്രദേഴ്സ് ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ അമീൻ സാഹിബിൻ്റെ റോള് വലുതാണ്. അവിടെ അവർ ഉപയോഗിക്കുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ആ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അതിനുള്ള എക്സ്പീരിയൻസ് ആയി നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണ്. നമ്മളെ ഗ്രോത്തിൽ ഫസ്റ്റ് അപ്രോച്ച് ചെയ്ത ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ആ ഒരു കാലഘട്ടം അല്ല അദ്ദേഹത്തിൻ്റെ. ഇപ്പോൾ അദ്ദേഹത്തിന് ശേഷം എനിക്ക് തോന്നുന്നു എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ 15 years. ആ 15 yearsന് ശേഷമുള്ള അമീൻ സാഹിബ് അന്നുള്ള അമീൻ സാഹിബ് അല്ല ഇപ്പോൾ. ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായി 15 yearsലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ നോളജുകൾ, ഈ സംഗതി ഉണ്ടല്ലോ, ഇത് അന്നത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് ഇപ്പോൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു പുതിയൊരാൾ അദ്ദേഹത്തെ കൊണ്ട് ഡെഫിനറ്റ്ലി അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും കഴിയും. കാരണം അത് നമ്മൾ പ്രൂവ് ചെയ്താ അദ്ദേഹത്തിലൂടെ ഞങ്ങൾ വെറുതെ വാക്ക് പറഞ്ഞല്ലോ, ഞങ്ങൾ അനുഭവിച്ചത്. അതൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു കസ്റ്റമർ ഇങ്ങനെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ അല്ലേ, നമ്മളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലത്തെ പോഡ്കാസ്റ്റിലൊക്കെ പറയുമ്പോൾ പലർക്കും ഫിയറാണ്. ഞാനിപ്പോൾ പറയും നാളെ ഇയാൾ പണിയാകുമ്പോൾ പണി തരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. പക്ഷെ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അല്ല, അതിൽ നമ്മളെന്താ വെച്ചാൽ അമീൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് എത്തിക്സ് ആൻഡ് വാല്യൂസ് നിങ്ങൾ പറഞ്ഞല്ലോ, ആ എത്തിക്സ് ആൻഡ് വാല്യൂസ് അദ്ദേഹം അതുപോലെ കീപ്പ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യാൻ തന്നെ പ്രൗഡാണ്. ആസ് എ പ്രൗഡ് അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത് അതൊരിക്കലും ഫാളൂല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതിന് ഞങ്ങൾക്ക് പാളിയിട്ടില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് ധൈര്യമായിട്ട് പറയാം.